ലോകോത്തര ഷോപ്പിംഗിന്റെ നവ്യാനുഭവം സമ്മാനിച്ച് ലുലു മാൾ കോഴിക്കോട് പ്രവർത്തനം തുടങ്ങി. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വികസനത്തിന് ഗതാഗതക്കുരുക്ക് തടസ്സമാണെന്നും വികസനത്തിനായി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി പറഞ്ഞു. ലുലു മാൾ കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. ലുലു ഗ്രൂപ്പ് നാടിന്റെ വികസനത്തിനൊപ്പം ഉണ്ടാകുമെന്ന് ആമുഖ പ്രഭാഷണത്തിൽ ചെയർമാൻ യൂസഫ് അലി പറഞ്ഞു. വികസനത്തിന് തടസ്സമാകുന്നത് കേരളത്തിൽ ഗതാഗതക്കുരുക്കാണ്. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. എല്ലാവരും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണമെന്നും യൂസഫ് അലി പറഞ്ഞു. കേരളം നിക്ഷേപ വികസന കാര്യങ്ങളിൽ 1ാം സ്ഥാനത്താണെന്നും നിയമവിധേയമായി പദ്ധതികൾ തുടങ്ങാൻ കേരളത്തിൽ തടസ്സമില്ലെന്നും യൂസഫ് അലി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ 1 ആയിട്ടുണ്ട്. അതിന് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും. കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ 1 ആണല്ലോ ഇപ്പോൾ കേരളം. നിങ്ങൾക്കെല്ലാവരും പത്രത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ടാവും കേരളം നമ്പർ 1 ആണ്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. ഗതാഗതക്കുരുക്കിന് കാരണം വാഹന പെരുപ്പമാണെന്നും ഇത് പരിഹരിക്കാൻ പുതിയ റോഡുകൾക്കും പാലങ്ങൾക്കും സർക്കാർ അംഗീകാരം നൽകിയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കലാണ് പ്രധാന പ്രശ്നം. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. ലുലു മാൾ വന്നാലും ഇല്ലെങ്കിലും നാം നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗതാഗതക്കുരുക്ക്. ഇന്ത്യയിൽ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 885 മനുഷ്യർ ജീവിക്കുന്ന സംസ്ഥാനമാണ് കേരളം. ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. വാഹനപ്പെരുപ്പമാണെങ്കിൽ അതും ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. സ്വാഭാവികമായും ലുലു മാൾ വരുന്നതോടുകൂടി ഈ പ്രദേശങ്ങളിലാകെ ഗതാഗതക്കുരുക്കൊരു പ്രശ്നമായി ഭാവിയിൽ മാറും എന്ന കാര്യം പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ കോഴിക്കോട് നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. മേയർ ബീന ഫിലിപ്പ്, MLA-മാരായ PK കുഞ്ഞാലിക്കുട്ടി, അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിൽ രവീന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 24 കോഴിക്കോട്.